ഹലോ, നമസ്കാരം. എല്ലാവർക്കും ആത്മ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. PSC അപേക്ഷാർത്ഥികൾക്ക് ഇനിയൊരു പരീക്ഷാകാലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പരീക്ഷാകാലം എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട ഒരുപാട് തസ്തികകളുടെ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ജനുവരി 3-ാം തീയതി വരെ നമുക്ക് അപേക്ഷ അയക്കാം. LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ജനുവരി 17 വരെ അപേക്ഷ അയക്കാം. ഇനി LP UP അസിസ്റ്റൻ്റ് വരാനിരിക്കുന്നു. യൂണിഫോം പോസ്റ്റുകളിലെ യൂണിഫോം പോസ്റ്റുകളിലേക്കായിട്ട് PSC അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഇനി നമ്മുടെ മുന്നിൽ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഓരോ തസ്തികയ്ക്ക് അനുസരിച്ച് ചെറിയ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് പരിശീലനത്തിൽ ഉണ്ടാവാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDCക്ക് വരുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പറോ അതേ സിലബസോ അല്ല LGSനുള്ളത്. പക്ഷേ LGSന് പഠിക്കുന്ന ഒരാൾക്ക് LDCക്ക് അത് ഗുണകരമാവും. അതുപോലെ LDCക്ക് പഠിക്കുന്ന ആൾക്കൊരു LGSന് അത് ഗുണകരമാവും. ഇതേപോലെ തന്നെയാണ് LP UP അസിസ്റ്റൻ്റ്, യൂണിഫോം പോസ്റ്റുകൾ ഇതിനൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉള്ള പഠനകാലം എന്നുള്ളത് കൃത്യമായ ആസൂത്രണത്തോടും കൃത്യമായ ഓർഡറോടും കൂടി പഠിക്കുകയാണെങ്കിൽ PSC ഇതിലേതെങ്കിലും തസ്തികകളായി നിങ്ങൾക്ക് ഇപ്രാവശ്യം PSC ജോലിയിൽ കയറാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. 2024 ഒരു മെയ് മാസത്തോട് കൂടി തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് ഒരു 4-5 മാസത്തിനുള്ളിൽ ഈ പരീക്ഷകളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പരീക്ഷാ തീയതി ഇതുവരെ അറിയിച്ചിട്ടില്ല. അതൊക്കെ ഏതാണ്ട് 1-2 ആഴ്ചകൾക്കുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ളൊരു രൂപം നമ്മുടെ മുന്നിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി PSC പരീക്ഷകൾക്ക് ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് തയ്യാറാവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഏറ്റവും താഴ്ന്ന തസ്തികയായിട്ട് വരുന്ന 7-ാം ക്ലാസ് പാസ്സായിട്ടുള്ള LGS ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് LGSന് പഠിക്കുന്ന രീതിയിലുള്ള ഒരു പഠനശൈലി ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക. ദെൻ അവിടെ നിന്ന് അതിന് മുകളിലേക്ക് LDC ആകുമ്പോൾ കുറച്ചും കൂടി സിലബസുകൾ കൂടും, കുറച്ചും കൂടി കാഠിന്യം കൂടും, വിശകലനാത്മകമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു 1-2 ആഴ്ചക്കുള്ളിൽ സിലബസ് വരുമെന്ന് പറഞ്ഞു. അത് വന്നതിന് ശേഷം നമ്മുടെ പരീക്ഷാ രീതിയിൽ കൃത്യമായിട്ട് റാങ്ക് ഫയൽ വാങ്ങുക. അതിനനുസരിച്ചിട്ട് കൃത്യമായൊരു പഠന ശൈലി ഉണ്ടാക്കുക. ഇത്ര ദിവസം കൊണ്ട് ഇത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്യും, ഇന്ന ഏരിയകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായൊരു പഠനശൈലി ഉണ്ടാക്കുക. SCERT പുസ്തകങ്ങളിൽ നിന്ന്, പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ കറണ്ട് അഫെയേഴ്സ്, ആനുകാലിക കാര്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചിപ്പോൾ ഫുട്ബോളായാലും ക്രിക്കറ്റായാലും ഒളിമ്പിക്സ് ആയാലും അതൊക്കെ സ്പോർട്സാണ്. അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടും പദ്ധതികളെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ മാത്രമല്ല അപേക്ഷാർത്ഥികൾ വല്ലാതെ കൂടിയിരിക്കുന്നു. കാരണം പ്രിലിംസ് മെയിൻസ് എന്നുള്ള ഘട്ടം ഒഴിവായി ഒറ്റ ഘട്ടത്തിലേക്ക് മാറിയപ്പോൾ ഒരുപാട് അപേക്ഷാർത്ഥികൾ തിരിച്ചു വരാൻ തുടങ്ങി. കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സെക്ഷനായിരുന്നു പ്രിലിംസ് പാസ്സാവുകയും മെയിൻസ് പാസ്സാവാതിരിക്കുകയും ചെയ്യുന്നത്. പിന്നെ പല ഘട്ടങ്ങളായി നടന്ന അതിൻ്റെ മാർക്ക് സമീകരണം നടത്തുന്ന അവസ്ഥ, ഇതൊക്കെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ പരീക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് ഇല്ല, മാർക്ക് സമീകരണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തിരിച്ച് ഇപ്രാവശ്യം പരീക്ഷയിൽ പങ്കെടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ പരീക്ഷാകാലം, ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുന്നു. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ജോലി നിങ്ങൾക്ക് ആണ് എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി ആ കൃത്യമായ പ്ലാനിങ്, നേരത്തെ പറഞ്ഞു SCERT പുസ്തകങ്ങൾ വേണം. ആദ്യമായി നിങ്ങൾ പുറത്ത് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങുക. സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു റാങ്ക് ഫയൽ വാങ്ങി ഓരോ സിലബസും ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. ചില സബ്ജക്റ്റുകൾ ചിലർക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ്, ഇപ്പോൾ LGSൽ ഇംഗ്ലീഷ് വരുന്നില്ല, ചിലർക്ക് മറ്റേതെങ്കിലും ഭാഗങ്ങളായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ, ഇപ്പോൾ മിക്ക സോഷ്യൽ മീഡിയ ചാനലുകളും യൂട്യൂബ് ചാനലുകളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായിട്ടുള്ള ഓരോ ടോപ്പിക്കും ഇത്ര ക്ലാസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സിലബസ് പ്രിൻ്റ് എടുക്കുക.
അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പഠനശൈലി ക്രമീകരിക്കുക. കഴിയുമെങ്കിൽ ഏറ്റവും മികച്ച നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങുക. 400-500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റാങ്ക് ഫയൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സിലബസ് വന്നതിന് ശേഷം അതിനനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ഫയലാണെങ്കിൽ നിങ്ങളുടെ പഠനം നന്നായി. അതിനായിട്ട് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതില്ല. കാരണം സിലബസുകളിൽ വളരെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മുമ്പ് പഠിച്ചതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ദെൻ പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ പഠന ശൈലിയിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ്. സാധാരണ രീതിയിൽ LGSലൊക്കെ ആണെങ്കിൽ റാങ്ക് വിന്നിങ് ആയിട്ട് ഒരു 10-15 ചോദ്യങ്ങൾ കാണും. എല്ലാവർക്കും എഴുതാൻ കഴിയുന്ന ഒരു 10-15 ചോദ്യങ്ങൾ കാണും. കുറച്ചും കൂടി ഒരു ആവറേജ് നിലവാരമുള്ളവർക്ക് വേണ്ടി ഒരു 19ഓളം ചോദ്യങ്ങൾ കാണും. ആ രീതിയിലൊക്കെയാണ് പരീക്ഷാ ക്രമീകരണം ഉണ്ടാവുക. LDCയിലാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടുന്ന രീതിയിലാവും. LP UP ഒക്കെ ആണെങ്കിൽ അവരുടെ സിലബസിനോട് കുറച്ചും കൂടി നീതി പുലർത്തുന്ന രീതിയിലുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അവിടെ സാധ്യതയുണ്ട്. യൂണിഫോം സേനകളിലും ഇതുപോലെ തന്നെയാണ്. ഓരോ തസ്തിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നു, റാങ്ക് ഫയലിനനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലുകൾ ഒരുപാട് അവൈലബിൾ ആണ്. നമുക്കിന്ന് ഇൻ്റർനെറ്റ് സാക്ഷരതയിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നു. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും ഉപയോഗിക്കാത്ത മലയാളികൾ ഇന്ന് വളരെ കുറവാണ്. പണ്ട് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിലൊക്കെ തന്നെ അത്യാവശ്യം ക്ലാസ്സുകളും വീഡിയോസും അതുപോലെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ജനറൽ നോളജ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ രണ്ടാമത് ഇതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. മുൻ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക, അതിൻ്റെ നിലവാരം ഒന്ന് അളക്കുക. അത്തരം ചോദ്യങ്ങൾ ഇനി വന്നാൽ നമ്മൾ അതിൽ തോറ്റുപോവില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആനുകാലിക കാര്യങ്ങളിൽ കുറച്ചും കൂടി 2024 പരീക്ഷ വരുന്നത്. 2023 ആനുകാലിക സംഭവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഓസ്കാർ, അതുപോലെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, സിനിമ അവാർഡുകൾ, ഇത്തരം കാര്യങ്ങൾ അതൊക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം, ചരിത്രം, അങ്ങനെയൊക്കെയുള്ള സ്ഥിരം പാഠഭാഗങ്ങൾ, അതിനൊന്നും ഭരണഘടന, ഇതിനൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്തരം ഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള ക്ലാസ്സുകൾ തരുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അതിലേതെങ്കിലും 1, 2, 3 ചാനലുകൾ നിങ്ങൾ ആശ്രയിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളുടെ ചാനൽ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായ അർത്ഥത്തിലല്ല എന്നുള്ളത് എനിക്കും അറിയാം. കാരണം ഞാനൊരു കോളേജിലെ സ്റ്റാഫാണ്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ബിസിനസ് സംരംഭമുണ്ട്. ഇപ്പോൾ അവിടെ ഇരുന്നാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ചെറിയൊരു സമയം ഇതിലേക്ക് നീക്കി വയ്ക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സിലബസിനനുസരിച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലാണിത്. പക്ഷേ ഒരു പരിധിയിലധികം എനിക്ക് കൂടുതൽ സമയം ഇതിലേക്ക് ചിലവഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, മുൻ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ടോപ്പിക്കുകളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകൾ, ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് വോയിസ് ക്ലാസ്സുകളായിരിക്കും. ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരു ക്ലാസ്സുകൾ കേൾക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് നിങ്ങളുടെ അറിവ് കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ ക്ലാസ്സുകളും, ഒരറിവും ചെറുതല്ല, അതിന് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നോ, ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആശ്രയിക്കുക. വളരെ ചെറിയ തോതിലുള്ള കാശ് മാത്രം ചിലവാക്കിയിട്ടുള്ള പഠന സാമഗ്രികൾ വാങ്ങുക. മുൻ പരീക്ഷകൾ എന്താണ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യുക. അങ്ങനെ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വരുന്ന പരീക്ഷ ഒരു 5 മാസത്തോളം സമയമുണ്ട്. 5 മാസം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ സമയമല്ല. എന്നാൽ നമുക്ക് ആശ്വസിക്കാൻ ഒരുപാട് സമയവുമില്ല. ഈ ഉള്ള സമയം കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു പരീക്ഷാ പരിശീലനം തന്നെ നടത്തി ഈ വരുന്ന PSC പരീക്ഷകൾ നമുക്ക് റാങ്ക് ജേതാക്കളാകാം. അല്ലെങ്കിൽ നമുക്ക് ഇനി ജോലി നേടുന്ന ആളുകളായി മാറാം. നമ്മുടെയും കുടുംബത്തിൻ്റെയും ജീവിതം സുരക്ഷിതമാക്കാം എന്നൊക്കെയുള്ള സാധ്യതകളാണ് മുമ്പിലുള്ളത്. അപ്പോൾ ഇനി കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ PSCനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ആയിരുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് ക്ലാസ്സിൻ്റെ രീതിയിലും കൂടി കഴിയുന്ന പോലുള്ള വീഡിയോസ് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായി നിങ്ങളെ വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു.